ഗൈസ് നമ്മളെ വണ്ടി വെട്ടിയും ചില്ലും പോലെ ഇതാണെ വണ്ടി കണ്ടില്ലേ, റൊസാരിയോ. കണ്ടില്ലേ കടൽ കണ്ടില്ലേ. ഈ അണ്ണനാണ് നമ്മളെ ഡ്രൈവർ കണ്ടില്ലേ, ഫുൾ AC ലായതുകൊണ്ട് അടിപൊളി പ്രശ്നമുണ്ടോ. എല്ലാവർക്കും സ്വീഗാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി കണ്ടില്ലേ, റൊസാരിയോ. അപ്പം നമ്മൾ ധനുഷ്കോടി രാമേശ്വരം ട്രിപ്പാണ്, വേളാങ്കണ്ണി ട്രിപ്പാണ് നമ്മുടെ ലക്ഷ്യം കണ്ടില്ലേ. അപ്പം നമ്മൾ ഈ ബസ്സിനാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ ബസ്സിൽ പോയിട്ട് ബാക്കിയുള്ള ട്രിപ്പൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ബസ്. നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇവിടെ നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഇവിടെ നിർത്തിയിട്ടതാണ് കണ്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് പപ്സും ചായയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. ചായ കുടിയും കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോവുകയാണല്ലോ. ധനുഷ്കോടി രാമേശ്വരം പിന്നെ നമ്മുടെ വേളാങ്കണ്ണിയൊക്കെയാണ് നമ്മുടെ ട്രിപ്പ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. 8:30 ആകുമ്പോഴത്തേക്ക് 8 മണിക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ട് ഇപ്പോൾ 8:30 ആയി സമയം. നമ്മളെ ബസ് ഇവിടെ ഉണ്ട്, വേളാങ്കണ്ണി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്താണ് ഗൈസ് കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ബസ് അല്ലേ, ഇതാണ് നമ്മുടെ ബസ് റൊസാരിയോ നാഷണൽ ഹൈവേ. ഇതൊരു ടോൾ പ്ലാസിൻ്റെ അടുത്താണ് വണ്ടി നിർത്തി ഈ സൈഡിൽ കണ്ടില്ലേ. അപ്പം ഇതാണ് നമ്മളെ ട്രിപ്പിൻ്റെ പേര് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വേളാങ്കണ്ണി ട്രിപ്പാണ് മെയിനായിട്ട്. പക്ഷേ ധനുഷ്കോടിയും കൂടി ഇല്ലാണ്ടാണ് നമ്മൾ ഈ കയറിയത് കണ്ടില്ലേ. ഇവിടുത്തെ വെളിച്ചെല്ലുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നമ്മളിപ്പോൾ മധുര കഴിഞ്ഞു. അപ്പം മധുര കഴിഞ്ഞ സമയത്ത് നിന്ന് ബ്രേക്ക് എടുത്തതാണ് ഇവിടെ ടോയ്ലറ്റിൽ പോകാനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ അവിടുന്ന് 8 മണിക്ക് വിട്ടതാണ്. പിന്നെ നമ്മൾ എവിടെയും നിർത്തിയിട്ടില്ല കണ്ടില്ല, നമ്മൾ ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നേരം വെളുത്തിട്ട് കാണാം അല്ലേ. നേരം വെളുത്ത് 6 മണിയെല്ലാം ആകുന്ന പറഞ്ഞു. അതെ, നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ ഇവിടെ ഒരു കട കണ്ട് അപ്പോൾ അവിടെ ഒന്ന് നിർത്തിയതാണ്. അവിടെ നിർത്തിയാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് ഗൈസ്. ഓക്കെ കണ്ടില്ലേ, ഇവിടെ ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് ഈ വണ്ടി. ഇതാണ് നമ്മുടെ ബസ്, ഇതാണ് ഹൈവേ. റോഡ് കണ്ടില്ലേ, നല്ല റോഡാണ് കേട്ടോ ഇവിടെ. അപ്പുറത്തെല്ലാം കണ്ടൽക്കാടാണ്. പക്ഷെ ഒന്ന് ഇരുട്ടായതുകൊണ്ടൊന്നും തിരിയാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, ഇവിടെ മാത്രം കുറച്ച് ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റിൻ്റെ അടുത്തുനിന്നാണ് നമ്മളിപ്പം വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ. നേരം വെളുത്താലും നമുക്ക് അതിൻ്റെ ഒരു രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ധനുഷ്കോടി രാമേശ്വരമൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ധനുഷ്കോടി നമ്മുടെ പാമ്പൻ പാലത്തിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ പാമ്പൻ പാലത്തിലില്ലാതെ നമ്മൾ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. 6 മണി ആകുന്നേലോ കേട്ടോ, 5:50 ആയതേലു. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്തി ഗൈസ് കണ്ടില്ലേ. നല്ലൊരു കാലാവസ്ഥ, ആകാശമൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇതാണ് പാമ്പൻ പാലം കേട്ടോ. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ഈ പാമ്പൻ പാലം എന്നല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടില്ലല്ലോ. നമ്മളെ ബസ്സാണെന്ന് ഓണടിക്കുന്നത് കണ്ടില്ലേ. ഇതാണ് പാമ്പൻ പാലം, നല്ല രസമുണ്ട്. ഇങ്ങനെ ഡേയ്സ് അടിപൊളിയല്ലേ. നമ്മൾ അയ്യപ്പനാടെന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവിടെ ഉള്ളൊരു ഏട്ടന്മാരോടൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ട്രെയിനൊക്കെ. ട്രെയിനൊരു 6 മണിക്ക് ഇവിടുന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലേ, ഇതെല്ലാം ഹാർബർ കണ്ടില്ലേ. ഇവിടെയെല്ലാം കപ്പലെടുക്കുന്ന സ്ഥലമാണ്. ഇതാണ് വലിയ കപ്പലുകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം കണ്ടില്ലേ. ഈ സ്ഥലത്ത് നിന്നാണ് വലിയ കപ്പലുകളെല്ലാം ക്രോസ് ചെയ്യുന്നത് കണ്ടില്ലേ. ഇതിലുള്ള റെയിൽവേ ട്രാക്കാണ് ഇപ്പം കണ്ടോ. ഓ നൈസാണ്, നൈസ്, അടിപൊളി. അങ്ങനെ നമ്മളെ ബസ്, ഇതാണ് നമ്മുടെ ബസ് ഉണ്ടല്ലേ. ഇത് കപ്പൽ ക്രോസ് ചെയ്യുന്ന സ്ഥലമല്ലേ. അതെ, ഇവിടുന്ന് പോകും. ഇത് ട്രെയിനിൻ്റെ ഇത് വലിയ കപ്പൽ പോകുമ്പോൾ ഇത് പൊന്തിക്കും കണ്ടില്ലേ, മുകളിലേക്ക് പൊന്തും. ഇതിങ്ങനെ മറിക്കുന്നത് ട്രെയിനിൻ്റെ. ഇത് പഴയ ട്രാക്ക്, ഇത് പുതിയ ട്രാക്ക്. ഇതിപ്പോൾ ക്ലോസ് കണ്ടില്ലേ, ക്ലോസ് ആക്കിയിട്ടില്ലേ. ഇത് മാത്രം പൊന്തിക്കും മുകളിലേക്ക് കപ്പൽ വരുമ്പോൾ.
ഇതാണ് നമ്മൾ കാണുന്നതിൻ്റെ കടൽ, കണ്ടില്ലേ? ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഉള്ളിലത്തെ കാഴ്ച കേട്ടോ. നമ്മൾ ഈ പാമ്പൻ പാലത്തിലേക്കൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ബസ്സിലെ കാഴ്ച. നമ്മൾ ബസ്സിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ? ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഉൾഭാഗം. ഫുൾ AC എല്ലായതുകൊണ്ട് അടിപൊളി ബസ്സാണ് കേട്ടോ. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഉൾഭാഗം. അടിപൊളിയാണ്, നൈസായിട്ടുള്ള യാത്രയായിരുന്നു. ഇന്ന് വലിയൊരു സീനൊന്നുമില്ല, വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത യാത്രയായിരുന്നു. കണ്ടില്ലേ? ഈ കാണുന്നത് പാമ്പൻ പാലത്തിലേക്കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ധനുഷ്കോടി കണ്ടില്ലേ? ഇതാണ് അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അടിപൊളിയാണ് ഗൈസ്. നമ്മൾ രാമേശ്വരത്തെത്തി. അപ്പം ഇവിടെ നമ്മൾ റൂം സ്റ്റേ ചെയ്തതാണ്. ഇവിടുന്ന് കുളിക്കാനും പല്ലെല്ലാം തേക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഓക്കെ, ഇതെല്ലാം ബസ്സുകാരും ടൂറിസ്റ്റുകാരും കൂടെ നമുക്ക് ആക്കി തന്നെയാണ്. കണ്ടില്ലേ? നമ്മൾ ബസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് കുളിച്ച് പല്ലെല്ലാം തേച്ചിട്ട് വരാം. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഉള്ളിലും കയറാം അല്ലേ? ഇതിലേക്കൂടെ നമുക്കിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടില്ലേ? നമ്മൾ കുക്കിങ്ങെല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇപ്പം നമ്മൾ കൂടാണ്ട് വേറെ ആൾക്കാരും വന്നിട്ടുണ്ട്. ഇവരെല്ലാം നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ്. ഇത് വലിയ റൂമാണ് കേട്ടോ, വലിയ ബിൽഡിംഗ് ആണ്. കുറേ റൂം നമ്മളെല്ലാവരും തപ്പി നടക്കണം. കണ്ടില്ലേ? കുറേ റൂമൊക്കെ ഉണ്ട് ഇവിടെ. കൃഷി ചെറിയ രീതിയിൽ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ 2-3 വാഴയൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇതാണ് ഉള്ളിൽ കുറേ ബിൽഡിംഗ് ആണ് കേട്ടോ. കണ്ടില്ലേ? AC ഒക്കെ ഉണ്ട്. ഇത് രാമേശ്വരത്താണ്. നമ്മളൊരു ഇവിടെയാണ് ഇതെല്ലാം നമ്മുടെ ടൂർ ഓപ്പറേറ്റർമാർ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ചിന് ശേഷം കുളിച്ച് പല്ലൊക്കെ തേക്കണമല്ലോ. നമ്മൾ രാവിലെ ഇന്നലെ ഏകദേശം എത്ര മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്? രാവിലെ 12 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പെരുമ്പടവിൽ നിന്ന് ഇറങ്ങിയതാണ്, നമ്മളെ നാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇപ്പം ഇന്ന് വലിയ ക്ഷീണമൊന്നും ഇല്ലാണ്ട് വന്നു. ബസ്സൊക്കെ AC ബസ്സായിരുന്നു, അതുകൊണ്ട് വലിയ സീനില്ല. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ റൂമല്ല, ഹോട്ടൽ. ഇത് നമുക്ക് റൂം കണ്ടുപിടിക്കണം. പോവാ ഗൈസ്. ഇതാണ് നമ്മുടെ റൂം. ഒരു ചേട്ടൻ്റെ ഇപ്പം ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. TV ഒക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ റൂം. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇനി കുളിച്ച് മുടിയൊക്കെ വാരി പല്ലൊക്കെ തേച്ചിട്ട് വേണം നമുക്ക് ഇനി ഇറങ്ങാൻ. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ റൂം. ഉണ്ട്, നല്ല റൂമാണ് കേട്ടോ. ദൈപ്പനയുടെ ഉണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം. നമ്മൾ സ്ഥലമെല്ലാം കാണാൻ തുടങ്ങുന്നില്ല കേട്ടോ. കണ്ടില്ലേ? ഇതാണ് എൻ്റെ സെറ്റപ്പ്. കുറച്ച് എന്തായാലും സൺസ്ക്രീമൊക്കെ കുറച്ച് വാരിയണം. ഇതാണ് കണ്ണാടി. കണ്ടല്ലേ? നല്ല റൂം. പക്ഷെ നമുക്കിവിടെ കടക്കാനൊന്നും സമയമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി മാത്രമേ ഇവിടെ റൂം എടുത്തതാണ്. നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർമാരൊക്കെ അവിടുന്ന് ഒരു കുക്കും കൂടെ അവിടുന്ന് ഭക്ഷണം അയക്കുന്നുണ്ട് താഴേന്ന്. അപ്പം അവരിങ്ങോട്ടൊന്നും വന്നില്ല. അവരിപ്പം തന്നെ കുക്കിങ്ങിൻ്റെ എല്ലാം പണി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ? ഇനി കുളിച്ചിട്ട് ഇനി ചിലപ്പം ഡ്രസ്സൊക്കെ മാറണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡ്രസ്സൊക്കെ മാറല്ല, ചേഞ്ച് ആക്കല്ലേ? ഇപ്പം ഡ്രസ്സെല്ലാം ചേഞ്ച് ആകണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പം ഇനി അടുത്ത ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം ഗൈസ്. പൂരിയും ബാജിക്കറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഉണ്ടല്ലേ? ഐപ്പർ ഇടുന്ന് കഴിക്കുന്നുണ്ട്, ഞാൻ ഇടുന്ന് കഴിക്കുന്നുണ്ട്. നൈസാ. നമ്മളിപ്പം ധനുഷ്കോടിയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മളെ വണ്ടി. ഇതാണ് ഡ്രൈവറാണ്. ഇതാണ് നമ്മുടെ വണ്ടിയിൽ ഇത്തിരി ആൾക്കാരുണ്ട്. ഇവിടെ പ്രൈവറ്റ് വണ്ടിക്ക് മാത്രമേ പോകൂ. ചെറിയ മിനി ബസ് മാത്രമേ ധനുഷ്കോടി അറ്റം വരെ പോകൂ. KSRTC ബസ് പോവുക, കർണാടക തമിഴ്നാട് ബസ് പോവുക, ഗവൺമെൻറ് ബസ് മട്ടും ഗവൺമെൻറ് ബസ് മാത്രം അങ്ങോട്ട് പോകുന്നതാണ് ഇവർ പറയാൻ. കണ്ടില്ലേ? ഇതാണ്. ഓക്കെ, ഇതെല്ലാം ധനുഷ്കോടിൻ്റെ
ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ. KSRTC ഒരു വണ്ടി പോകണില്ല, തമിഴ്നാടിൻ്റെ ഒരു വണ്ടി പോകുന്നുണ്ടല്ലേ. ആ തീ വാവ് വാവ് ഇതാ നൈസ് നൈസ്. നമ്മളെ വണ്ടി വെട്ടിയും ചില്ലും പോലെ പായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അണ്ണനാണ് നമ്മളെ ഡ്രൈവർ ഉണ്ടല്ലേ. വണ്ടി വെട്ടിയും ചില്ലും പോലെ സ്ട്രൈറ്റ് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ. മുകളിൽ സൂര്യൻ, പിന്നെ മേഘങ്ങൾ. നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് ബംഗാൾ ഉൾക്കടൽ. ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കളർ തന്നെ വേറെ ടൈപ്പാണ് കണ്ടില്ലേ. നമ്മളിനി അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇനി ഒരു 5 കിലോമീറ്ററിനുള്ളിലുണ്ടാവും ആ സ്ഥലത്തേക്ക് അല്ലേ. നമ്മൾ നടുക്കേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടല്ലേ. കടലിൻ്റെ നടുക്ക് നമുക്ക് ചുറ്റും ഇപ്പം കടലാണ്. നൈസ്. നമുക്ക് കടലിൻ്റെ ഇത് നോക്കി ഓളം. ശ്രീലങ്ക ലെഫ്റ്റ് സൈഡ് ഉള്ള കടല് ബംഗാൾ കടല്. ഇത് ഹിന്ദു മഹാസമുദ്രം. 2 സമുദ്രം സംഗമിക്കുന്ന സ്ഥലം ഇത്. അത് കണ്ടിട്ട് ഫോട്ടോ എടുത്ത് ഒരു 1/2 മണിക്കൂർ സമയം ഫോട്ടോ. ഓക്കെ, ഇതാണ് ഇന്ത്യൻ്റെ അവസാന ബോർഡർ കണ്ടല്ലേ. കടലിൻ്റെ ബോർഡറാണ് ഈ കാണുന്നത്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് താഴേക്ക് പോകാനുള്ള പരിപാടിയാണ്. റോഡ് സൈഡിൽ കുറേ ശംഖൊക്കെ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറേ ശംഖൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇതാണ് വലംപിരി ശംഖ് പോലത്തെ ഡ്യൂപ്ലിക്കേറ്റ്. വലംപിരി ശംഖൊക്കെ വലിയ പൈസ കണ്ടില്ലേ കണ്ടില്ലേ. മാല, കല്ല, പിന്നെ ഈ ബാക്കി കാണുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതൊക്കെ ഇതിനെ സുവനീർ എന്ന് പറയാം കണ്ടില്ലേ. ഇതന്നെ കല്ല്, ഇത് കല്ല, സാലിഗ്രാം കല്ല. ഓ, കടലിൽ കിടക്കണ കല്ല് നല്ല ഇറക്ക്. ഒരു ചെറിയ സൈസിന് 100 രൂപ. വലിയ കല്ലിന് 100 രൂപ. ചെറിയ കല്ലിക്ക് എത്ര പൈസ വരും? അത് നമുക്ക് നോക്കാം വരുമ്പോൾ. ഉണ്ടാ കാണാൻ രസമുണ്ട് കേട്ടോ ഈ കടൽ. ഇതാണ് ഈ കാണുന്നതാണ് എൻ്റെ ഭാഗം. പക്ഷേ ഇതിനു മുമ്പാണ് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇല്ല, ഇവിടെ പണിയാണ്, കല്ലിടുന്നുണ്ട്. ഈ അവിടെ പണിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അറ്റത്തേക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു. എടുത്തരാം. ഇതുവഴി അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റും അതല്ലേ അതല്ലേ. ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ തറ്റത്ത് പോയിട്ട് നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാൻ പറ്റുമായിരുന്നു. കണ്ടില്ലേ ഈ പണി നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ കണ്ടില്ലേ ഗൈസ്, കടലിൻ്റെ കളർ കണ്ടില്ലേ. ഇതാണ് ഇവിടുത്തെ കളർ. നമ്മൾ ഈ കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ് കണ്ടില്ലേ. ഇതാണ് ബംഗാൾ. ഇവിടെ അവിടെ പണിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ വഴി അങ്ങോട്ട് എൻട്രി ഇല്ല കണ്ടില്ലേ. രാമസേതു ഒക്കെ കാണുന്ന ആ വഴിയാണ് കണ്ടില്ലേ. നമ്മളപ്പം അവിടെ പണിയെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഫുഡ് പല പല ഐറ്റംസൊക്കെ ഉണ്ട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. നമ്മുടെ വണ്ടി അങ്ങ് ഫ്രണ്ടിലാണ്. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് ഈ സുനാമി വന്ന് നഗർന്ന സ്ഥലത്തേക്കെല്ലാം പോകാനാണ് നമ്മളെ പ്ലാൻ. ഓക്കെ, അപ്പം ഇനി അവിടെ വെച്ചിട്ട് കാണാം വീഡിയോ. ഓക്കെ, ഇവിടെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സ്ട്രീറ്റ് ഫുഡ് കണ്ടില്ലേ. കണ്ടില്ലേ ഇവിടുത്തെ കളറിൻ്റെ കടലിൻ്റെ കളർ കണ്ടില്ലേ. ഫുള്ള് കരിഞ്ഞ് പൊരിയുന്ന വെയിലാണ് കേട്ടോ. എൻ്റെ അമ്മോ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം കടൽ മാത്രമല്ല, ഇവിടെ മരങ്ങളൊന്നുമില്ല കണ്ടില്ലേ. കടലിൻ്റെ കളർ നോക്കിയാൽ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കടൽ ശാന്തമാണ് കേട്ടോ. ഇന്ന് ഒരു കാലത്ത് ഇവിടെയൊക്കെ സുനാമി അടിച്ച് കയറിയ സ്ഥലങ്ങളാണ് കണ്ടില്ലേ. ഇവിടെയൊക്കെ ഓട്ടോയൊക്കെ ഉണ്ട്, കുറേ ഓട്ടോയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് KSRTC ബസ് ഉണ്ട്. KSRTC അല്ല, തമിഴ്നാട്ടിൻ്റെ ഗവൺമെൻറ് ബസ്സുകളൊക്കെ ഇങ്ങോട്ട് ഓടുന്നുണ്ട്. ഓക്കെ ഉണ്ടല്ലേ. നല്ല വെയിലാണ്. വെയിലെന്ന് വെച്ചാൽ വെയിലോട് വെയിൽ. ഓ നൈസല്ലേ. പോടാ ഇപ്പം
പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ വണ്ടിയിലേക്ക് പോകാം. ഗൈസ് ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രം. നമ്മൾ അപ്പുറത്ത് കണ്ടത് ബംഗാൾ ഉൾക്കടലാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. കണ്ടില്ലേ? ഓക്കെ, ഇവിടെ നല്ലോണം തിര അടിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെ നല്ല തിരയുണ്ട്. അപ്പുറത്ത് പോയ സമയത്ത് തിര ഉണ്ടായിരുന്നില്ല. അത് അവിടുത്തെ പ്രത്യേകത. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നല്ല തിരയുണ്ട്. ഇവിടെ തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ, ചൂടില്ല. ഈ തിരയില്ലതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചൂടില്ലത് അല്ലേ? ഇവിടെ തിര അടിക്കുന്നുണ്ട്. ആ ചൂടില്ല, അവിടെ ചൂടുണ്ട്, തിര അടിക്കുന്നില്ല. കണ്ടില്ലേ? കടലിൻ്റെ ഒരു കളർ നോക്കി ഇങ്ങോട്ട്, നീല കളർ കണ്ടല്ലേ? ഇതാണ് ഗൈസ് ഇവിടുത്തെ ഒരു കാഴ്ച. അല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചൂട് ചൂട് ചൂട്. ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വാ ഇത് നമ്മൾ സീറ്റെല്ലാം പോയിരിക്കുന്നു. ഈ സുനാമി അടിച്ചു പോയ പള്ളിയാണ്. കണ്ടില്ലേ? ഇതാണ് സുനാമി അടിച്ചു പോയ പള്ളി. കണ്ടില്ലേ? നല്ല വെയിലാണ്. ഈ പള്ളി കണ്ടില്ലേ? പള്ളിക്ക് ചുറ്റി ഇപ്പം ഇങ്ങനെ നടക്കാനുള്ള രീതിയിൽ നടപ്പാലൊക്കെ ആക്കിയിട്ടുണ്ട് ഇവർ. കണ്ടില്ല പള്ളി? എത്രയോ ആളുകൾ വന്നിരുന്നൊരു പള്ളിയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? പള്ളി ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഈ പള്ളി ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ? എല്ലാ ചരിത്ര ശേഷിപ്പുകളാണ്. കണ്ടില്ലേ? കുറേ നായ്ക്കുട്ടികളുണ്ട്. ഇവരെല്ലാം പാവങ്ങളാണ്. കിടക്കട്ടെ. കണ്ടില്ലേ? കടൽ വന്നിട്ട് ഫുള്ളായിട്ട് അടിച്ച് നശിപ്പിച്ചതാണ് കേട്ടോ. കണ്ടില്ലേ ഇവിടുത്തെ ഒരു അവസ്ഥ പള്ളീൻ്റെ? ഇതാണ് പള്ളി, തകർന്നിരിക്കുന്ന പള്ളി. എന്താ ഒറ്റടി ഇത് കടലെടുത്തിട്ട് പോയതാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് രാമേശ്വരം അമ്പലം. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. കണ്ടില്ലേ? നമ്മൾ ധനുഷ്കോടിയൊക്കെ കറങ്ങിയ ശേഷം നേരെ രാമേശ്വരം അമ്പലത്തിലേക്ക് വന്നതാണ്. കണ്ടില്ല? നമ്മളെ കൂടെയുള്ളവരൊക്കെ ഫ്രണ്ടിലുണ്ട്. എന്താ ഫ്രണ്ട് ഗോപുരമാണ് ഈ കാണുന്നത്. നന്നായിട്ടുണ്ട്. നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് നടക്കുവാണ്. എല്ലാ സ്ഥലം കണ്ടു. നമ്മളെല്ലായിടത്തും പോയി അമ്പലത്തിലെല്ലാം പോയി തൊഴുതിന് ശേഷം നേരെ നമ്മൾ വണ്ടി വെച്ചിടത്തേക്ക് നടക്കുകയാണ്. കണ്ടില്ല? വീട്ടിൽ ഓട്ടോ സ്റ്റാൻഡാണ്. നമ്മൾ നമ്മൾ മിനി ബസ് ഉണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ നടക്കുന്നത്. അവിടെ വെച്ചിട്ട് പിന്നെ നേരെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക. അതിന് ശേഷം പുതിയ സ്ഥലത്തേക്ക് പോകാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, കണ്ടില്ലേ ഗൈസ്? അപ്പം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത്തതിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ഇടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം നടന്നിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് കുറേ ദൂരം നടന്ന് അയ്യപ്പനായിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ കൂടെ വന്ന ചേട്ടനും കൂടെ വന്ന ചേച്ചിമാരും പുറകിലുണ്ട്. കണ്ടില്ല? നമ്മളെ വണ്ടി ഈ സൈഡിലുണ്ട്. കണ്ടില്ലേ? അവിടെയാണ് നമ്മളെ വണ്ടി വെച്ചത്. നമ്മളെ നോക്കി നിൽക്കുന്ന ആൾക്കാർ. നമ്മളിപ്പം പോകുന്നത് അബ്ദുൽ കലാമിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്ര നല്ല പൊരിയുന്ന വെയിലാണ്. ഈ വെയിലത്താണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അബ്ദുൽ കലാമിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടും കൂടെ കണ്ടിട്ട് പോകുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അപ്പം അതാണ് നമ്മളിങ്ങോട്ട് വന്നത് ഗൈസ്. ഇതാണ് APJ അബ്ദുൽ കലാമിൻ്റെ വീട്. കണ്ടില്ലേ? 1910 2012. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയം. കണ്ടില്ലേ? ഇതാണ് നമ്മളെ വണ്ടി. നമ്മൾ പക്ഷെ ധനുഷ്കോടിയിലേക്ക് പോയത് ഈ കാണുന്ന ചെറിയ വണ്ടി കേട്ടോ.
കാരണം വലിയ വണ്ടികളൊന്നും വിടില്ല. പിന്നെ കേസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി വേളാങ്കണ്ണി പോയിട്ട് മാത്രമേ നമ്മൾ ഇനി വീഡിയോ എടുക്കുക ഗൈസ്. ഓക്കെ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻ്റ് ഒക്കെ ചെയ്യട്ടെ. ഇതാണ് നമ്മളെ ഹോട്ടൽ. വലിയൊരു ഹോട്ടലാണ് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശം ഇവിടെയാണ്. നേരെ മുന്നോട്ട് പോകണം ഫ്രണ്ട് വശത്തേക്ക്. കാരണം ഇങ്ങോട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫ്രണ്ട് വശത്ത് ഈ പുറകു വശത്തേക്ക് അവർ വരുന്നത്. കണ്ടില്ലേ, ഈ ഫ്രണ്ട് എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. വലിയൊരു ഹോട്ടലാണ്, വലിയൊരു കോംപ്ലക്സ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഏരിയ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്യാനും കുക്ക് ചെയ്യാനും എന്താ ഇനി അങ്ങോട്ട് എത്ര ലോഡ് കാണിക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്ഥലം. റോഡ് നേരെ മുന്നിലേക്ക് കാണുന്ന റോഡ്. ഇവിടെയും സൈഡിലെല്ലാം പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ നല്ല റൂമാണ്, AC ഉണ്ട്, സ്ഥിരമുണ്ട്. കണ്ടല്ലേ മേലെ ഉള്ളത് ഉണ്ടാവില്ലേ? ഫ്രണ്ട്സ്, ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ബ്ലോക്ക് എന്നാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശം. കണ്ട കുറേ പേര് ചെടിയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ. നല്ല പൂക്കളാണ്, കാണാൻ അടിപൊളിയാണ്. പക്ഷെ വെയിലില്ലാത്ത സമയത്ത് വന്നാലേ ഇതിൻ്റെ ഒരു വൈബ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂ. കണ്ടില്ലേ, പൂക്കളൊക്കെ നോക്കിയേ, നല്ല രസമുണ്ട്. ഇവിടെ ഒരു തണലത്തിയാൻ നിൽക്കുക. അരളിപ്പൂവാണ്. ഇത് കഴിക്കാൻ പാടില്ല, വിഷമാണ്. ഈ കാണുന്ന സാധനം വിഷമാണ്. കണ്ടില്ല നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ. ഇപ്പം ജസ്റ്റ് ഒന്ന് വെയിൽ താണിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു വെയിൽ കുറവായി. ഇപ്പം വലിയ കോംപ്ലക്സ് ആട്ടോ, കാണാൻ അടിപൊളി സ്ഥലമാണ്. എന്തായാലും കുറേ ബിൽഡിംഗ് ഉണ്ട്, കുറേ റൂമും ഉണ്ട് അല്ലേ. ഓക്കെ, അടിപൊളിയാണ്, പൂളിൽ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിക്കാണ് പോയത്. ഓക്കെ, എവിടെയാണ് വെയിൽ, ഇവിടെയാണ് വെളിച്ചം. കണ്ടില്ലേ, അപ്പം ഇനി ധനുഷ്കോടിയിലേക്ക് ഈ വണ്ടിയിൽ മാത്രമേ വിടൂ. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ നമ്മൾ ഇനി എടുക്കാൻ വേണ്ടി പോകുന്ന വേളാങ്കണ്ണി പോയിട്ടാണ് ഗൈസ്. കണ്ടില്ലേ, ഈ വണ്ടി പോകുന്നുണ്ടല്ലേ. ഇതേപോലത്തെ വണ്ടികളിൽ മാത്രമേ ധനുഷ്കോടിക്ക് പോകാൻ പറ്റൂ, ഇങ്ങനത്തെ ചെറിയ വണ്ടികൾക്ക്. അല്ലെങ്കിൽ